Hello friends, welcome to our channel. നമ്മൾ ആക്ച്വലി നമ്മുടെ ഈ പുതിയ ചാനലിൽ, അതായത് നമ്മുടെ ഈ ടെക് ചാനലിൽ GHS വേൾഡ് എന്ന് പറഞ്ഞ ടെക് ചാനലിൽ നമ്മളൊരു പുതിയൊരു സെക്ഷൻ തുടങ്ങുകയാണ്. ടെക് ന്യൂസിൻ്റെ നമ്മൾ സംഭവം തുടങ്ങുകയായിരുന്നു. ഒരു ക്വിക്കായിട്ടുള്ളൊരു എന്താ പറയുക, ഭയങ്കര ഷോർട്ടായിട്ടുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ടെക് ഗാഡ്ജറ്റ് ന്യൂസുകൾ, അതായത് പുതിയ ലോഞ്ചുകളും അതിൻ്റെ സംഭവങ്ങളൊക്കെ ആയിട്ടുള്ളൊരു സംഭവം നമ്മൾ തുടങ്ങാൻ പോവാണ്. അപ്പോൾ നിങ്ങളത് ഒരു ആഴ്ചയിൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഒരു 2-3 ദിവസത്തിലുള്ളതിനെ നിങ്ങൾക്ക് ഈ പുതിയതായിട്ട് ഇറങ്ങാൻ പോകുന്ന ഗാഡ്ജറ്റ്സുകളും ടെക് ന്യൂസും മെയിൻ ആയിട്ടുള്ള ടെക് ന്യൂസും അതൊക്കെ നമ്മളിതിൽ പറയുന്നതായിരിക്കും. അതും ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടൊരു വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സംഭവം മനസ്സിലാവും, ഡീറ്റെയിൽ ആയിട്ടുള്ള മെയിൻ ന്യൂസുകളും സംഭവങ്ങളൊക്കെ. ഇത് ആക്ച്വലി എന്താ പറയുക, ടെക് ന്യൂസിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ നോക്കുന്ന ആൾക്കാർ, കുറേ ആൾക്കാർ ഇതിൻ്റെ ന്യൂസുകളും ഇതുപോലെ സംഭവങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടല്ലോ. മെജോറിറ്റി ആൾക്കാരും ഈ ഡെയിലി വ്ളോഗും ബോധമില്ലാത്ത സാധനങ്ങളൊക്കെ, ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കാണുന്നവരാണെങ്കിലും അത്യാവശ്യം ബോധമുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷനാണ്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ അധികം ആൾക്കാരൊന്നും ന്യൂസും സംഭവമൊന്നും വായിക്കലും സംഭവമൊന്നും ഇല്ല. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഞാൻ ആക്ച്വലി ഇതുപോലെ ടെക് ന്യൂസും അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ന്യൂസുകളൊക്കെ ഫോളോ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എടുക്കുന്നതാണ് കേട്ടോ. അല്ലാണ്ട് ഞാൻ ഉണ്ടാക്കുന്ന ന്യൂസുകളൊന്നുമല്ല. കുറേ ഇനിയിപ്പോൾ ഞാനത് നോക്കാണ്ടിട്ട് നീ കമൻറ്റ് ചെയ്യാൻ വരണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു പുതിയ സെക്ഷനിലേക്ക് കിടക്കാം. വേറെ പേരുകളൊന്നും ഇല്ല ടെക് ന്യൂസിന് നമ്മൾ ഇടാറുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ആരെങ്കിലും ഇൻട്രസ്റ്റിംഗ് പേരുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണം. നമുക്ക് ആ പേര് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മുടെ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മൾ സ്മാർട്ട് ഫോൺ ആർട്ടിഫിഷ്യൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ മതി. ഡിസ്ക്രിപ്ഷൻ ലിങ്കുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എയർടെൽ യൂസേഴ്സിനുള്ളൊരു സന്തോഷ വാർത്തകൾ ഓൾറെഡി കണ്ടറിയും. പെർപ്ലക്സിറ്റി പ്രോ എന്ന് പറഞ്ഞ ഒരു AI സോഫ്റ്റ്വെയർ നമുക്ക് ആക്ച്വലി 1 ഇയറിൻ്റെ സബ്സ്ക്രിപ്ഷൻ നമുക്ക് ഇപ്പോൾ എയർടെൽ യൂസേഴ്സിന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് പോസ്റ്റ് പെയ്ഡിന് മാത്രമല്ല കേട്ടോ, പോസ്റ്റ് പെയ്ഡ്, പ്രീപെയ്ഡ്, അവരുടെ വൈഫൈ യൂസേഴ്സിന് എല്ലാവർക്കും ആക്ച്വലി ഇത് ഫ്രീ ആയിട്ട് 1 ഇയർ നമുക്ക് ഉപയോഗിക്കാമെന്നാണ് ഇപ്പോൾ എയർടെൽ പറഞ്ഞേക്കുന്നത്. നല്ലൊരു AI സോഫ്റ്റ്വെയർ ആണ്. നമ്മുടെ എന്താ പറയുക, ChatGPT ഒക്കെ പോലെ അവരുടെ സബ്സ്ക്രിപ്ഷൻ മോഡലില്ലേ, അതിൻ്റെ പോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ ഓൾമോസ്റ്റ് 18,000 രൂപയൊക്കെ വേർത്ത് വരുന്ന ഒരു സോഫ്റ്റ്വെയർ ആണത്, പെർപ്ലക്സിറ്റി പ്രോ. നിങ്ങൾക്കാണെങ്കിൽ പെർപ്ലക്സിറ്റി പ്രോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വെബ്സൈറ്റുകളിലൊക്കെ കിട്ടും. പേര് മാത്രം കുറച്ച് എന്താ പറയുക, കുറച്ച് ട്വിസ്റ്റഡ് ആയിട്ടുള്ളൊരു പേരാണെന്നുള്ളൊരു പ്രോബ്ലം മാത്രമല്ലോ. സോഫ്റ്റ്വെയർ കിട്ടില്ല എന്ന് തന്നെയാണ്. നിങ്ങൾക്ക് നമ്മുടെ ChatGPT ഉപയോഗിക്കുന്ന പോലെ എല്ലാ സാധനവും നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു സോഫ്റ്റ്വെയർ ആണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്ന സാധനം. എൻ്റെ എയർടെൽ സബ്സ്ക്രിപ്ഷൻ ഇല്ല, അല്ലെങ്കിൽ അത് എയർടെൽ എടുത്ത് കാണിച്ചതായിരുന്നു. എൻ്റെ എയർടെൽ ഉണ്ടായിരുന്നത് ഞാൻ മാറ്റിയിരുന്നു ജിയോയിലേക്ക്. എന്ന് വെച്ചാൽ എയർടെലിൻ്റെ പ്ലാൻ ചാർജ് കുറച്ച് റേറ്റ് കൂടുതലാണല്ലോ. പിന്നെ 5G നമ്മൾ പണ്ട് അതിൻ്റെ കമ്പാരിസൺ ഇട്ടുണ്ടായിരുന്നു, ജിയോ 5Gയും എയർടെൽ 5Gയും. എയർടെലിൻ്റെ 5G നമ്മുടെ കുറച്ച് ഷോക്കായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് അറിയില്ല കേട്ടോ. ഞാനൊരു എയർടെൽ 5G സിം എടുത്ത് നോക്കണം എന്നൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു സെപ്പറേറ്റ് ഒരു ജിയോ 5G എയർടെൽ 5G 2025 ഒരു എന്താ പറയുക കമ്പാരിസൺ വീഡിയോ വേണമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ടെക് ന്യൂസ് എന്ന് പറയുന്നത്. രണ്ടാമത്തേന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഗാലക്സി Z Fold 7 ഇപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങിയെന്നല്ലോ. അതിനിപ്പോൾ കുറേ സീരിയസ് ആയിട്ടുള്ള നമ്മുടെ ഹിഞ്ച് ഇഷ്യൂസ് ഇപ്പോൾ റിപ്പോർട്ട് ആവുന്നുണ്ട്. അതായത് അതിൻ്റെ കറക്റ്റായിട്ട് ഫോൺ എന്താ പറയുക ഓപ്പൺ ആവുന്നില്ല എന്നുള്ള കുറേ ഇഷ്യൂസ് ഇപ്പോൾ റിപ്പോർട്ടായിട്ടുണ്ട്. അപ്പോൾ സാംസങ്ങിന് പണി കിട്ടിയിട്ടുണ്ട് അടുത്തത്. എന്താ പറയുക, അത്യാവശ്യം ഭയങ്കരമായിട്ട്, പക്ഷേ സാധനം ഇറങ്ങിയപ്പോൾ ഭയങ്കരമായിട്ട് ഹൈപ്പും കാണാനൊക്കെ ആയിരുന്നുണ്ട്. എന്താ വെച്ചാൽ അത്രയും സ്ലിം ആയിട്ട് നല്ലൊരു കില്ലൻ ഡിസൈനിലും 200 മെഗാപിക്സലിൻ്റെ ക്യാമറയൊക്കെ ആയിട്ട് വന്നായിരുന്നു. പക്ഷേ ആ സാധനം കുറേ മെജോറിറ്റി എണ്ണം റിപ്പോർട്ട് ആവുന്നുണ്ട് ഫുള്ളി ഓപ്പൺ ആവുന്നില്ല. അതായത് ഹിഞ്ച് ഇഷ്യൂ ആണ്. അപ്പോൾ പണി കിട്ടിയിട്ടുണ്ട്. മൂന്നാമത്തെ ന്യൂസ് പറയുന്നത് നമ്മുടെ വിവോയുടെ X200 FEയും അതുപോലെ തന്നെ വിവോയുടെ Fold 5ഉം ലോഞ്ച് ആയിട്ടുണ്ട്. Fold 5ൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 30-ാം തീയതിയാണ്. നമ്മുടെ X200 FEൻ്റെ സെയിൽ ഇന്ന് സ്റ്റാർട്ട് ആവട്ടെ. അതായത് ഇന്നത്തെ ഡേറ്റ് ആയിരുന്നു, ജൂലൈ 23-ാം തീയതി സ്റ്റാർട്ട് ആവും. ഞാനും വാങ്ങിക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ നിങ്ങൾ ഈ ആഴ്ച തന്നെ കാണും കേട്ടോ. അപ്പോൾ ഒരു 50,000 റേഞ്ചിൽ നിങ്ങൾ നല്ലൊരു കിടിലൻ ക്യാമറ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ X200 FE ആണ് നമ്മുടെ സാധനം. പക്ഷേ അതിന് കുറച്ച് പ്രോബ്ലംസുകളുണ്ട്, അത് നമുക്ക് ആ വീഡിയോയിൽ പറയാം. പിന്നെ നമ്മൾ Fold 5ൻ്റെ കാര്യം പറയാൻ പോകുന്നുണ്ട്. ഇതേപോലെ തന്നെ നമ്മുടെ സാംസങ്ങിൻ്റെ Fold 7ൻ്റെ പോലെ തന്നെ നല്ല സ്ലിം ആയിട്ടുള്ള ബെറ്റർ ക്യാമറയൊക്കെ വരുന്ന ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൾഡബിൾ ഫോൺ എന്ന് പറയാം. മറ്റേനായിട്ടും പ്രൈസും കുറവാണ്. 1,49,000 ആണ് പ്രൈസുകളൊക്കെ വരുന്നത് വിവോൻ്റെ. എനിക്ക് ആക്ച്വലി ഒരു ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ഭയങ്കര ഹൈപ്പായി, അല്ലെങ്കിൽ ഭയങ്കര ഹൈപ്പ് എന്നല്ല, അത്യാവശ്യം നല്ല എന്താ പറയുക ഇനിയിപ്പോൾ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളൂ അല്ലെങ്കിൽ സ്റ്റാറ്റസ് സിമ്പിളൊക്കെ ആയിട്ട് എടുക്കുന്ന ആൾക്കാർ എടുക്കുന്നത് ഫോൾഡ് സീരീസാണ്. അപ്പോൾ നമ്മുടെ പണ്ടത്തെ പോലെ ഐഫോണൊന്നുമല്ല. അപ്പോൾ എനിക്കൊരു ഫോൾഡ് ട്രൈ ഔട്ട് ചെയ്യണമെന്നുണ്ട്. ഞാൻ എന്തായാലും സാംസങ്ങിൻ്റെ ഫോൾഡ് എടുക്കുന്നില്ല, അത് എനിക്ക് അത്രയ്ക്ക് പോരാ, തീരെ വാല്യൂ ഫോർ മണി അല്ല. പിന്നെ ഈ ലേറ്റസ്റ്റ് ഇറങ്ങിയ അഡീഷനിലാണ് പിന്നെയും കുറച്ച് ക്യാമറ നന്നാക്കിയത്. പണ്ടത്തെ മോഡൽ ഫോൾഡിലൊക്കെ ഭയങ്കര ക്യാമറ ഷോക്കാണ്. ഞാൻ ഒരെണ്ണം എടുക്കാൻ പോയിട്ട് പിന്നെ വേണ്ട വെച്ച് പോകുന്നതാണ്. പിന്നെ ഇനിയിപ്പോൾ ഉള്ളത് വിവോ ആണ്. വിവോൻ്റെ അത്യാവശ്യം ഡീലായിട്ട് എന്തായാലും നോക്കട്ടെ. 30-ാം തീയതി ആ സാധനം വരുള്ളൂ. ഞാൻ ഷോപ്പിൽ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു.
പക്ഷേ ഭയങ്കര ഓവർ പ്രൈസിനാണ്. 1,5 ലക്ഷം രൂപയ്ക്കൊക്കെ ഒരു ഫോൺ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അതും ഫിനാൻസിൽ വർക്ക് ചെയ്തിട്ട് ഞാനത് പറയുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്യാനാണ് കുറേ എടുക്കുന്നെങ്കിലും, പക്ഷെ അത് ആ പ്രൈസ് അങ്ങോട്ട് ജസ്റ്റിഫൈ ആവുന്നില്ല, ദഹിക്കുന്നില്ല എന്ന് പറയില്ലേ, അതാണ് കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് നമ്മളിന്ന് പറയാൻ പോകുന്ന മെയിൻ 3 ന്യൂസുകൾ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട.